Hi friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 4 മണി പലഹാരമായ സുഖിയനാണ്. അതിനായിട്ടുള്ള പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ചെറുപയർ. ഞാനൊരു 1/4 കിലോ ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് 2 മണിക്കൂർ കുതിർത്തി നമുക്ക് കുക്കറിലിട്ട് വേവിക്കാൻ എടുക്കാം. അല്പം ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 2 വിസിൽ കേട്ടാൽ മതി. ഓരോ വിസിൽ കേട്ടാൽ മതി. 1 വിസിൽ കേട്ട് വേവിച്ചെടുക്കും. ഓവറായിട്ട് വെന്ത് പോയത് ഉടയരുത് കേട്ടോ. കാരണം ഇത് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. ഇതിനാവശ്യമായ തേങ്ങ. ഞാനൊരു വലിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഓരോരുത്തർ ഇഷ്ടാനുസരണം എടുക്കാം. ടേസ്റ്റ് കൂടും തേങ്ങ എടുക്കുമ്പോൾ. അല്പം ഏലക്കാപ്പൊടിയും ആവശ്യത്തിന് ഓവർ വേണ്ട, നല്ല ഏലക്കാപ്പൊടിയും ആവശ്യത്തിന് എടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും. തേങ്ങ എല്ലാം നമുക്ക് ചെറുപയറിലേക്ക് ഇട്ട് മിക്സ് ചെയ്യും. എല്ലാവരും ഇത് ഉണ്ടാക്കി നോട്ടാ. ഇപ്പൊക്കെ പിള്ളേരൊന്നും ഇത് കഴിക്കാറില്ലാന്ന് തോന്നുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇതൊക്കെ ആയിരുന്നു ബോണ്ട. ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ബർഗറൊക്കെ അല്ലേ വലിയ താല്പര്യം. ബർഗർ, പിസ്സ ഒക്കെയാണ്. അപ്പോൾ ഇതും എല്ലാവരും ഉണ്ടാക്കണം. വൈകുന്നേരം ചായക്കൊക്കെ വളരെ നല്ലൊരു ഇതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. തേങ്ങയും ചെറുപയറും ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ട്. വീഡിയോ മാത്രം കണ്ടാൽ പോലും നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇടാം കേട്ടോ. എന്നിട്ട് നമുക്ക് ശർക്കരപ്പാനി കുറേ ഒഴിക്കരുത് കേട്ടോ. നമുക്ക് നോക്കണം ആവശ്യാനുസരണം. കുറച്ച് ഒഴിച്ച് നമ്മൾ ഒന്നും കൂടി മിക്സ് ചെയ്യുക. എല്ലാവരും കൂടി മിക്സ് ചെയ്യുക. കാരണം ഇത് ഓവർ വെള്ളം ആയിക്കഴിഞ്ഞാൽ ശർക്കരപ്പാനി ആയിക്കഴിഞ്ഞാൽ ലൂസായി പോകും. അപ്പോൾ നമുക്ക് പിടിക്കാൻ കിട്ടില്ല. നമുക്ക് ഉരുളകളാക്കാനുള്ളതല്ലേ. പിന്നെ മധുരം നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. ചിലവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പഞ്ചസാരയൊക്കെ ഇടണം ശർക്കരപ്പാനിക്ക് വരും. പക്ഷേ ശർക്കരപ്പാനി തന്നെയാണ് നല്ലത് സുഖിയന്. നമ്മളെ പഴയ മോഡലിൽ ടേസ്റ്റ് ഇടുന്ന ശർക്കര തന്നെയാണ്. അപ്പോൾ ഇതേപോലെ ഉരുളകളാക്കി പിടിക്കണം. അതാണ് ശർക്കരപ്പാനി കുറച്ച് ഒഴിക്കണമെന്ന് പറഞ്ഞാൽ നോക്കിയിട്ട് വേണം അത് മിക്സ് ചെയ്യാനായിട്ട്. ഒരു ബാറ്റർ തയ്യാറാക്കണം. ഇതിനകത്ത് മൈദപ്പൊടി അല്പം ഉപ്പിട്ട് നല്ല കട്ടിക്ക് ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് നമുക്ക് തിളച്ച ഓയിലിലേക്ക് ഇട്ട് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 4 മണിക്കൊക്കെ പിള്ളേർ സ്കൂളിട്ട് വന്നാൽ ഇപ്പോൾ വെക്കേഷനൊക്കെയാണ്. പിള്ളേർക്കൊക്കെ വെറൈറ്റിയാണ് സുഖിയനും. എല്ലാ ദിവസവും മാറിയല്ല. വൈകുന്നേരം പിള്ളേർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു സ്നാക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓരോന്നായിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റിൽ അറിയിക്കണേ. ഓക്കെ, ബൈ.